ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി കുറച്ച് ട്രിവാൻഡ്രം വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത്. നമ്മൾ പെരുന്നാളായിട്ട് ഒരു മാസം മുന്നേ, പെരുന്നാൾ എത്രയോ മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു ഈ ഒരു യാത്ര. അപ്പോൾ ഏതായാലും നമ്മൾ ആ ഒരു യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. ഫസ്റ്റായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം നമ്മൾ ശനിയാഴ്ചയാണ് കേട്ടോ പോകുന്നത്. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് പോന്നു. ഇവിടെ തിരുവനന്തപുരത്തും എത്തിയത് 7 മണി ഏറൊക്കെ ആയിട്ടുണ്ട് എത്തിയപ്പോൾ. അപ്പോൾ നേരെ നമ്മൾ ചെന്നത് ശംഖുമുഖത്തേക്കാണ് കേട്ടോ. ശംഖുമുഖം ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത്. ഹസ്ബൻഡിൻ്റെ ഉപ്പയും ഉമ്മയും ഹസ്ബൻഡൊക്കെ കുറേ മുന്നേ വന്നതാണ്. അപ്പോൾ അവർക്ക് ഏകദേശം ഇവിടുത്തെ കാണേണ്ട സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ തിരുവനന്തപുരം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ എന്തൊക്കെ കാണാനുള്ള അങ്ങനെ ഒന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ഏതായാലും ഞാൻ വന്നിട്ടുള്ളത് ശംഖുമുഖത്താണ്. ശംഖുമുഖം നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ആളുകളൊക്കെ ഇവിടെ നൈറ്റ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മൾ കച്ചവടങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കുറച്ച് അധികമാണ് ഇവിടെ കച്ചവട കാര്യങ്ങളൊക്കെ. അതുപോലെ തീരത്തായിട്ട് ഒരുപാട് കുട്ടികളെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കൂടാതെ കുറേ നായ്ക്കളും ഉണ്ട്. അത് നമുക്ക് വലിയ ശല്യമായിരുന്നു. പക്ഷേ എല്ലാം നല്ല എൻജോയ്മെൻ്റ് ആയിട്ട് എടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഈ ഒരു പാർക്കിലൂടെ, കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ കുറച്ച് നേരം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ബീച്ചിനോട് അടുത്ത് തന്നെ ആയിട്ട് മണ്ഡപമുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തും കുറച്ച് നേരം ഇരുന്ന് കാറ്റൊക്കെ ഉണ്ട്. അത്യാവശ്യം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് അടുത്ത ഭാഗത്തേക്ക് പോയത്. ഇവിടെ പ്രത്യേകം എന്താ വെച്ചാൽ ആളുകൾ നല്ല തിരക്കുണ്ട് കേട്ടോ. രാത്രിയാണെങ്കിലും നല്ല തിരക്കുണ്ട്. പിന്നെ ഹയാനും കുഴപ്പമൊന്നുമില്ല, മൂപ്പരും തന്നെ ഹാപ്പിയാണ്, ക്ലൈമറ്റാണ് ഒക്കെ ഓക്കെയാണ്. നമുക്ക് മറ്റ് 2 പേരും നല്ല വെള്ളത്തിലേക്ക് ചാടണം എന്നുള്ള ആ ഒരു അതൃപ്പത്തിലൊക്കെ പോകുന്ന ആളുകളാണ്. പക്ഷെ രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷേ പിന്നെ അവർക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങണം, കളിക്കണം എന്നൊക്കെ അവർക്ക് തന്നെ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് നമ്മൾ വേഗം പിന്നെ ഇക്കയും അവരുടെ കൂടെ ഇറങ്ങി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചു. പിന്നെ ഈ ചേട്ടൻ കണ്ടോ, ഇങ്ങനെ കുറേ തവണ ചെണ്ട ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും നല്ല അതൃപ്പത്തോടു കൂടി മൂപ്പരുടെ കൂടെ ഇങ്ങനെ ഉല്ലസിക്കുന്നുണ്ട് ആ ഒരു ചെണ്ടയിലൊക്കെ. അതേപോലെ നമ്മുടെ ഈ ഒരു ശംഖുമുഖം തീരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് എയർപോർട്ട് വരുന്നത്. എയർപോർട്ടും എല്ലാ കാര്യങ്ങളും കുറച്ച് അടുത്തടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് പോകണമൊക്കെ നമുക്ക് ഇവിടെ ബീച്ചിലിരുന്ന് തന്നെ കാണാൻ പറ്റും. അതും തൊട്ടടുത്തുനിന്ന് പോകണതാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ല അട്രാക്റ്റീവായിട്ട് 2 കാര്യങ്ങളുള്ളത്. ഒന്ന് ഒരു കന്യകയാണ്. അതുപോലെ ഈ ഒരു ഒറിജിനൽ ഹെലികോപ്റ്ററുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഹെലികോപ്റ്റർ തൊട്ടടുത്തുനിന്ന് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അത് തന്നെ. കുറച്ച് പഴക്കമുണ്ട്, ഉൾഭാഗത്തൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ ഞങ്ങൾ റൂമിലേക്ക് വന്നു. നമ്മൾ KK കോട്ടൻ്റെ അടുത്തായിട്ടാണ് റൂം എടുത്തിട്ടുള്ളത്. കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ്. ഹയാനും തന്നെ കളിക്കാനുള്ളൊരു മൂഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഉറങ്ങാൻ ഒരുപാട് സമയമായിട്ടുണ്ട്, പക്ഷെ ആരും ഉറങ്ങുന്നൊന്നുമില്ല. നല്ല എൻജോയ്മെൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങൾ ബാക്കി വീഡിയോയിൽ കാണാം.